ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ, രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്തനീയ വിഷയം സമുദ്രലംഘനം. പ്രിയരെ, ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരോടമിത ബലസഹിത മുര ചെയ്തിതു. എങ്ങനെയാണ് സമുദ്രം കടക്കുകയെന്ന ചിന്തയിലായി വാനരന്മാർ. അപ്രായോഗികങ്ങളായ പല യുക്തികളും പൊന്തി വന്നെങ്കിലും ചാടിക്കടക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലായി. അതിന് ആർക്ക് സാധിക്കുമെന്ന ചിന്തയായി. 100 യോജന ചാടുകയെന്നത് വിഷമകരമാണ്. ഓരോരുത്തരും തങ്ങൾക്ക് ചാടാനാവുന്ന ദൂരം കണക്കാക്കി നോക്കി. 100 യോജന ചാടാൻ ആരെക്കൊണ്ടും ആവില്ല. ഹനുമാൻ മാത്രം ഒന്നും മിണ്ടാതെയിരിക്കുകയായിരുന്നു. അപ്പോൾ വൃദ്ധനായ ജാംബവാൻ ഹനുമാനെ സമീപിച്ച് ഹനുമാന്റെ വീര്യത്തെ പ്രശംസിച്ചു. രാമകാര്യാർത്ഥം ജനിച്ച് ജീവിച്ച് പ്രയത്നിക്കുന്ന നിന്റെ കയ്യിലാണല്ലോ ഭഗവാൻ അങ്കുലീയം തന്നത്. നിന്നോടാണല്ലോ അടയാളവാക്യവും പറഞ്ഞിട്ടുള്ളത്. നിനക്കല്ലാതെ മറ്റാർക്കാണ് ഈ മഹാകാര്യം സാധ്യമാകുക ആഞ്ജനേയ? ജാംബവാന്റെ വാക്കുകൾ കേട്ട് ഉദ്ധിതവീരനായ ഹനുമാൻ എഴുന്നേറ്റ് ഉറക്കെ അട്ടഹസിച്ചു. പിന്നീട് വാനരന്മാരെ നോക്കി പറഞ്ഞു, ആരും ഭയപ്പെടേണ്ട. ഞാനിപ്പോൾ തന്നെ സമുദ്രം ലംഘനം ചെയ്ത് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടുവരുന്നതാണ്. അന്ത്യകാലത്ത് രാമനാമം ജപിക്കുന്ന ഭക്തന് സംസാര സമുദ്രത്തിൽ നിന്നും മോചനമുണ്ടാകും. അങ്ങനെ ഉള്ള രാമന്റെ നാമം നാവിലും രാമസ്വരൂപം ഹൃദയത്തിലും രാമാങ്കുലിയം ശിരസിലുമായി പോകുന്ന എനിക്ക് ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ എന്ത് വിഷമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ഗരുഡനെപ്പോലെ ആകാശത്തിലൂടെ പറന്നുയർന്നു. സ്നേഹപൂർവം, രഞ്ജൻ കയനാടൻ.